മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 2-ാം ഭാഗം. ആധുനിക മിഷണറിമാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കേറി തൻ്റെ ആത്മകഥാക്കുറിപ്പുകളിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ പാപബോധമുണ്ടാക്കുവാൻ കഴിയാത്തതാണ് മിഷണറി പ്രവർത്തനങ്ങൾ വേണ്ടത്ര വിജയിക്കാതിരിക്കാൻ കാരണം എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പാപബോധമുള്ളവരാക്കി ക്രൈസ്തവവൽക്കരണത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിപായി ലഹള എന്നറിയപ്പെട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ടായത് എന്ന ആരോപണം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പട്ടാളക്കാർക്കുള്ള റേഷൻ ഉപ്പിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുകൾ ഇടിച്ചു ചേർക്കുവാനും തോക്കിൻ്റെ തിരകൾ പന്നിയുടെയും പശുവിൻ്റെയും നെയ്യുകൊണ്ടുണ്ടാക്കിയ അടപ്പിനകത്താക്കി അത് വായകൊണ്ട് തുറക്കാനും കൽപ്പിച്ചതിനു പിന്നിൽ അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന കാനിങ് പ്രഭുവിന് സുവിശേഷ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് ആരോപണം. പശുവിറച്ചി ഭക്ഷിക്കുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുവിൻ്റെയും പന്നിമാംസം ഹറാമാണ് എന്ന് കരുതുന്ന മുസ്ലിമിൻ്റെയും മനസ്സിൽ താൻ ഗുരുതരമായ പാപം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന ധാരണയുണ്ടാക്കി പാപപരിഹാരത്തിൻ്റെ ക്രൈസ്തവ മാർഗത്തിൽ അവരെ എത്തിക്കുക എന്ന സാമർഥ്യമായിരുന്നു അത്രേ പ്രഭുവിൻ്റെ ഉപദേശകരായ മിഷണറിമാരുടേത്. ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ അതീവ താൽപ്പര്യമുള്ളയാളായിരുന്നു കാനിങ് പ്രഭു എന്ന വസ്തുത ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും പഠനങ്ങളുടെയും അന്നത്തെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ആഗ്രയിലേക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയുടെ ഭരണകേന്ദ്രം മാറുന്നത് മുസ്ലിങ്ങൾക്കിടയിലെ മിഷണറി പ്രവർത്തനം എന്ന ലക്ഷ്യത്തോടെയാണ്. 1813 ചാർട്ടർ ആക്ടിന് ശേഷം മുസ്ലിം കേന്ദ്രങ്ങളായ ആഗ്രയും ലക്നൌവുമെല്ലാം മിഷണറിമാരെ കൊണ്ട് നിറഞ്ഞു. ക്രൈസ്തവതയുമായി ഇസ്ലാം യോജിക്കുന്നതും വിയോജിക്കുന്നതുമെല്ലാം എവിടെയൊക്കെയാണ് എന്ന വിഷയങ്ങളിൽ വേണ്ടത്ര വിവരമില്ലാത്ത സാധാരണക്കാരായ മുസ്ലിം പണ്ഡിതന്മാരുമായി മതാന്തര സംവാദങ്ങൾ നടത്തുകയും അവരെ പരാജയപ്പെടുത്തി ഇസ്ലാമിനെ തകർക്കുകയുമായിരുന്നു അക്കാലത്തെ യൂറോപ്യൻ മിഷണറിമാരുടെ ഒരു രീതി. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഖുർആനിനെ വിമർശിക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടുള്ള ലഘുലേഖകളും പുസ്തകങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയായിരുന്നു മറ്റൊരു രീതി. അതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ച മിഷണറിമാർ ഇന്ത്യയിലെത്തി. ഇസ്ലാമിനെക്കുറിച്ചുള്ള അക്കാദമിക പഠനങ്ങൾക്കകത്ത് വിഷം പുരട്ടുന്നതിൽ വിദഗ്ധരായ ഓറിയൻ്റലിസ്റ്റുകളുടെയും നേർക്കുനേരെ ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ പ്രാഗൽഭ്യം തെളിയിച്ച മിഷണറിമാരുടെയും വിഹാരകേന്ദ്രമായി ഇന്ത്യ മാറുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും ഇവിടുത്തെ മിഷണറി പ്രവർത്തനങ്ങളെ നന്നായി സ്വാധീനിച്ചയാളാണ് ഹെൻറി മാർട്ടിൻ്റെ പിൻഗാമി ചാൾസ് ഫോസ്റ്റർ. ഇംഗ്ലണ്ടിലെ ഒലമിറിക് ബിഷപ്പിൻ്റെ ചാപ്ലിനായിരുന്ന അദ്ദേഹം 1828 എഴുതിയ മുഹമ്മദാനിസം മറനീക്കപ്പെടുന്നു ഇന്ത്യയിലെ മിഷണറിമാർക്കിടയിൽ ഒരു ബൈബിൾ പോലെ ഉപയോഗിക്കപ്പെട്ട കൃതിയായിരുന്നുവെന്ന് അവ്രിൻ പവൽ വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിശാചിൻ്റെ അവതാരമായി അവതരിപ്പിച്ച റീകോൺക്വിസ്റ്റയുടെയും കുരിശുയുദ്ധങ്ങളുടെയും കാലത്തെ യൂറോപ്യൻ രചനകളിലെ ആശയങ്ങൾക്ക് തെളിവ് നൽകാൻ വേണ്ടിയുള്ള വൃഥാശ്രമമാണ് പുസ്തകത്തിലുടനീളം ഫോസ്റ്റർ നടത്തുന്നത്. മുഹമ്മദ് നബിയെ അന്തിക്രിസ്തുവും സാത്താനുമായി വിശേഷിപ്പിക്കുന്ന കൃതി ഇസ്ലാമിനെ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായാണ് അവതരിപ്പിക്കുന്നത്. ബൈബിളിലെ ഇസ്മായിലിൻ്റെ സന്തതികളാണ് മുസ്ലിങ്ങളെന്നും അവർ ക്രിസ്ത്യാനികളായ ഇസഹാക്കിൻ്റെ സന്തതികളെ എക്കാലവും എതിർക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുമാണ് പുസ്തകം സമർത്ഥിക്കുന്നത്. ഇസ്ലാം കേവലം ശാരീരിക സുഖങ്ങൾക്കും ആക്രമത്തിനും മുൻഗണന നൽകുന്ന മതമാണ് എന്ന് ആരോപിക്കുകയും അത് ചരിത്രപരമായി തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ദൗത്യത്തിൽ വിജയിക്കുവാൻ ഫോസ്റ്റർക്ക് സാധിക്കുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്ത അന്ധവിശ്വാസികളാണ് മുസ്ലിങ്ങളെന്നും മുസ്ലിം നാഗരികതയുടെ വളർച്ച കേവലം സൈനിക ശക്തിയിലാണ് എന്നും അതിന് ആത്മീയമോ ബൗദ്ധികമോ ആയ അടിത്തറയില്ല എന്നും മുസ്ലിങ്ങൾ ധാർമ്മികമായി അധപ്പതിച്ചവരാണ് എന്നുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. 1838 ഒക്ടോബർ 1 ഇസ്ലാം വിമർശന രംഗത്തെ പ്രഗത്ഭനായി അറിയപ്പെടുന്ന CG ഫാൻഡർ ഇന്ത്യയിലെത്തുന്നത്. പേർഷ്യൻ, തുർക്കിഷ്, അറബി ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന കാൾ ഗോട്ട്ലീബ് ഫാൻഡർ എന്ന ജർമ്മൻകാരനായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇസ്ലാം വിമർശകനായ ക്രിസ്ത്യാനി. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ പ്രധാന പ്രബോധകരിൽ ഒരാളായി മുസ്ലിങ്ങൾക്കിടയിലുള്ള സുവിശേഷ പ്രചാരണത്തിനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു.
ഖുർആനും നബിവചനങ്ങളും ഉപയോഗിച്ച് ക്രിസ്തുമത പ്രചാരണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഖുർആൻ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങൾ ബൈബിളിലുള്ള പഴയതും പുതിയതുമായ നിയമഗ്രന്ഥങ്ങൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയും ആദിപാപവും ക്രൂശീകരണവും ത്രിയേകത്വവും യേശുവിൻ്റെ ദൈവപുത്രത്വവും അടക്കമുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഖുർആനും നബിവചനങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ഫാണ്ടറുടെ ഒരു രീതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാവാൻ കൊള്ളരുതാത്തവനാണ് എന്ന് സ്ഥാപിക്കുകയും ഖുർആൻ അസ്വീകാര്യമാണ് എന്ന് സമർത്ഥിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു രീതി. തൻ്റെ രണ്ട് രീതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1829 പേർഷ്യൻ ഭാഷയിൽ ഫാണ്ടർ എഴുതിയ പുസ്തകമാണ് മീസാനുൽ ഹഖ് എന്ന മാസ്റ്റർ പീസ്. 1835 ഇതിൻ്റെ ജർമ്മൻ പതിപ്പും 1862 ഉറുദു പതിപ്പും 1910 ഇംഗ്ലീഷ് പതിപ്പും പുറത്തിറങ്ങി. ഇന്ത്യയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഇതിൻ്റെ ഉറുദു വിവർത്തനത്തിലൂടെയാണ്. മിഫ്താഹുൽ അസ്റാർ, ത്വരീഖുൽ ഹയാത്ത് എന്നീ രണ്ട് പുസ്തകങ്ങൾ കൂടി ഫാണ്ടർ എഴുതിയിട്ടുണ്ടെങ്കിലും അവ മീസാനുൽ ഹഖിനെ പോലെ പ്രസിദ്ധമല്ല. മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഗൈഡായി വ്യത്യസ്തങ്ങളായ സഭകൾ ഇന്നും ഉപയോഗിക്കുന്നത് മീസാനുൽ ഹഖാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന രൂപത്തിൽ അതിനുശേഷം എഴുതപ്പെട്ടിട്ടുള്ള മിഷണറി ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ സ്വാധീനം കാണാൻ കഴിയും. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ചരിത്രമെഴുതിയ യൂജിൻ സ്റ്റോക്ക് ഫാണ്ടറെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദീയരിലേക്കുള്ള എക്കാലത്തെയും മഹാനായ സുവിശേഷകൻ എന്നാണ്. കുരിശ് യുദ്ധങ്ങൾക്കും റീകോൺക്വിസ്റ്റക്കും സമാന്തരമായി പ്രവാചകനെക്കുറിച്ച് യൂറോപ്പിൽ പ്രസരിച്ച നബിനിന്ദയും ഖുർആൻ വിമർശനങ്ങളുമെല്ലാം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കൃതിയാണ് മീസാനുൽ ഹഖ്. മലയാളമടക്കമുള്ള പല ഇന്ത്യൻ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെടുകയും വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയും ചെയ്ത പുസ്തകമാണിത്. ഇന്ത്യയിൽ പിന്നീടുണ്ടായ ഇസ്ലാം നബി നിന്ദകളുടെയും വിമർശനങ്ങളുടെയും എല്ലാം ബീജങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഈ കൃതിയിലാണ്. ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഖുർആനിനെയും കുറിച്ച് കുരിശുയുദ്ധകാലത്ത് പ്രചരിച്ച ആശയങ്ങളുടെ തനിയാവർത്തനം തന്നെയാണ് മീസാനുൽ ഹഖിലും ഉണ്ടായിരുന്നത്. ആ വിമർശനങ്ങൾക്ക് ഉപോത്ബലകമായി ഖുർആൻ സൂക്തങ്ങളെയും ഹദീസുകളെയും വ്യാപകമായി ദുർവ്യാഖ്യാനിക്കുവാൻ ദൃഷ്ടമാകുന്നു എന്നതാണ് പുസ്തകത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത. പുസ്തകം കാര്യമായി ആരും ശ്രദ്ധിക്കാതെയായപ്പോൾ എഴുതിയ ആശയങ്ങൾ വിവരിച്ചുകൊണ്ട് ഫാണ്ടർ പൊതുപ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. പൊതുവേദികളിൽ വെച്ച് ഇസ്ലാമും പ്രവാചകനും ഖുർആനുമെല്ലാം വിമർശിക്കപ്പെട്ടത് മുസ്ലിം പണ്ഡിതന്മാരെ ആദ്യം പ്രതിരോധത്തിലാക്കിയെങ്കിലും പിന്നീട് സ്ഥിതി മാറി. പണ്ഡിതന്മാർ വിഷയങ്ങൾ പഠിക്കുകയും ശക്തമായ ആദർശ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഫാണ്ടറുടെ പ്രസംഗങ്ങൾക്കുള്ള മറുപടി പ്രസംഗങ്ങൾ ഉടനെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ലഘുലേഖകൾക്കുള്ള മറുപടി ലഘുലേഖകളും പുറത്തിറങ്ങി. ഫാണ്ടറുടെ 3 പുസ്തകങ്ങളുടെയും ഉറുദു പരിഭാഷകൾ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടപ്പോൾ അവയിലെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഖൈർ ഖവാഹെ ഹിന്ദ് ഉറുദു പത്രത്തിൽ 1845 വിവിധ ലഖങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ലേഖനങ്ങൾ എഴുതി. തർക്കങ്ങൾ തകൃതിയായി. അത് അവസാനം സംവാദത്തിലെത്തിച്ചേർന്നു. ഇന്ത്യയിൽ പരസ്യമായി നടക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം നടക്കുന്നത് അങ്ങനെയാണ്. 1854 ഏപ്രിൽ 10, 11 തീയതികളിൽ ആഗ്രയിലെ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ സ്കൂൾ മുറിയിൽ 100 കണക്കിന് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സാന്നിധ്യത്തിലാണ് ആ മഹാസംവാദം നടന്നത്. ഖുർആനിലെയും ബൈബിളിലെയും ദുർബലപ്പെടുത്തലുകൾ, ബൈബിളിലെ തിരുത്തലുകൾ, യേശുവിൻ്റെ ദൈവത്വവും ത്രിയേകത്വവും, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം, ഖുർആനിൻ്റെ സത്യത എന്നീ വിഷയങ്ങളിലായിരുന്നു സംവാദം. ഷെയ്ഖ് റഹ്മത്തുള്ള കൈറാനവി ഇസ്ലാമിനെയും സിജി ഫാണ്ടർ ക്രിസ്തുമതത്തെയും പ്രതിനിധീകരിച്ചു. പുതിയ യൂറോപ്യൻ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള കൈറാനവിയുടെ വാദങ്ങളെ നേരിടുവാൻ ഫാണ്ടറുടെ പഴയ പാണ്ഡിത്യം കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മതതാരതമ്യ പഠനത്തിൽ വിദഗ്ധനായ ക്ലിൻറ്റൺ ബെന്നറ്റ് ഫാണ്ടറെ സ്തുതിച്ചുകൊണ്ടെഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. സംവാദം 5 വിഷയങ്ങളിലായാണ് നിശ്ചയിച്ചിരുന്നത് എങ്കിലും ബൈബിളിലെ തിരുത്തലുകളെക്കുറിച്ചുള്ള ആദ്യത്തെ 2 വിഷയങ്ങളിൽ തന്നെ ഫാണ്ടർ പ്രതിരോധത്തിലായതിനെ തുടർന്ന് സംവാദം പൂർത്തിയാകാതെ അവസാനിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്ന് സംവാദത്തിൻ്റെ പൂർണ്ണരൂപം ഉദ്ധരിച്ചുകൊണ്ട് അവ്രിൽ പവൽ പറയുന്നുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടപ്പോൾ അതിന് പ്രചോദനം നൽകിയ പണ്ഡിതന്മാരിൽ ഒരാളായി മുദ്രയടിച്ച ഷെയ്ഖ് കൈറാനവിക്കെതിരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ
അദ്ദേഹം മക്കയിലേക്ക് രക്ഷപ്പെടുകയും അവിടെ കേന്ദ്രമാക്കി തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. ഇക്കാലത്ത് തുർക്കി ഖലീഫയുടെ അതിഥിയായി ഇസ്തംബൂളിൽ താമസിക്കുമ്പോഴാണ് അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസായ ഇദ്ഹാറുൽ ഹക്ക് എഴുതുന്നത്. ഫാൻഡറുടെ മീസാനുൽ ഹക്കിനുള്ള സമഗ്രമായ മറുപടിയാണ് ഈ പുസ്തകം. 1710 തമിഴ്നാട്ടിൽ ഡാനിഷ് മിഷണറിമാർ സ്ഥാപിച്ച ദ സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജിൻ്റെ ശ്രമഫലമായി ക്രിസ്തുമതം സ്വീകരിച്ച മഹാരസം വേദമാണിക്യത്തിൻ്റെ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ റവറൻറ്റ് വില്യം ടോബിയസ് റിങ്ങൽ ടായൂബ് 1806 തിരുവിതാംകൂറിൽ എത്തുന്നതോടെയാണ് മലയാള നാട്ടിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഊർജം കൈവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 1817 റവറൻറ്റ് ചാൾസ് മീഡ് കേരളത്തിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഏറെ ആദരവോടെ അനുസ്മരിക്കുന്ന വ്യക്തിത്വമാണ്. വ്യത്യസ്തങ്ങളായ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ തിരുവിതാംകൂറിലെ പിന്നാക്ക ജനവിഭാഗങ്ങളെ കൂട്ടത്തോടെ ക്രിസ്ത്യാനികളാക്കി തീർത്തത് അദ്ദേഹമായിരുന്നു എന്നാണ് പ്രൊട്ടസ്റ്റന്റ് ചരിത്രകാരന്മാർ പറയുന്നത്. 1818 മാത്രം നാടാർ സമുദായത്തിൽപ്പെട്ട 3000 പേരെ ജ്ഞാനസ്നാനം ചെയ്യിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത്രേ. 1816 കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ റവറൻറ്റ് ബെഞ്ചമിൻ ബെയ്ലിയാണ് പിന്നീട് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തുമത പ്രബോധകൻ. അപ്പോസ്തലകാലം മുതൽ തന്നെ സൊറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് ശേഷം കത്തോലിക്കരും സജീവമായിരുന്ന തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ കുറേയേറെ പേരെ ക്രിസ്ത്യാനികളാക്കാൻ ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി കഴിഞ്ഞിട്ടുണ്ട്. 1816 തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 12.37% 1941 അത് 32.35% പ്രധാനമായും ഈ മിഷണറി പ്രവർത്തനങ്ങൾ വഴിയാണ്. മലബാറിൽ സജീവമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തകൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. ജർമ്മനിയിൽ നിന്ന് 1836 മദ്രാസിലൂടെ കൊല്ലത്തെത്തിയ അദ്ദേഹം 3 വർഷങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയും മലയാള ഭാഷ നന്നായി പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് 1839 അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ തലശ്ശേരിയിലെത്തി അവിടെ തൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട് മലബാറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. സ്കൂളുകൾ തുടങ്ങുകയും അതിലൂടെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹവും സഹപ്രവർത്തകരും കരുതിയിരുന്നത്. 1839 തലശ്ശേരിയിലും മംഗലാപുരത്തും 1839 വടകരയിലും 1841 കണ്ണൂരിലും 1848 കോഴിക്കോടും 1858 പാലക്കാട്ടുമെല്ലാം സ്കൂളുകൾ തുടങ്ങുകയും അവിടെയുള്ള കുട്ടികളെ അവയിൽ ചേർക്കുകയുമാണ് ആദ്യമായി ചെയ്തത്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ പുസ്തകങ്ങളും ലഘുലേഖകളുമെല്ലാം പ്രസിദ്ധീകരിക്കുകയും കുട്ടികളിലൂടെ വീടുകളിലെത്തുകയും ചെയ്യുക എന്നതായിരുന്നു മിഷണറിമാരുടെ രീതി. ഇതിനായി ഗുണ്ടർട്ട് 1841 മലയാളത്തിലും 1848 അറബി മലയാളത്തിലും പുതിയ നിയമം പരിഭാഷപ്പെടുത്തുകയും അവ വിതരണം നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മലയാളം പാഠാവലിയും മലയാളം വ്യാകരണവുമെല്ലാം രചിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. വാർത്തകളെ ക്രിസ്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുകയും ക്രിസ്തുമതത്തിൻ്റെ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായി 1847 രാജ്യസമാചാരം എന്ന പേരിലുള്ള ആദ്യത്തെ മലയാള വാർത്താപത്രിക പുറത്തിറക്കിയതും അദ്ദേഹം തന്നെ. 1841 മലയാള ഭാഷയിൽ പുതിയ നിയമവും ഏതാനും ക്രൈസ്തവ ലഘുകൃതികളും പ്രസിദ്ധീകരിച്ച ശേഷം 1844 ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിക്കുന്നത് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മുഹമ്മദ ചരിത്രം എന്ന കൃതിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ കൃതി തന്നെ പ്രവാചകനെ പരിചയപ്പെടുത്തുവാനുണ്ടായിരുന്നതായിരുന്നില്ല, പ്രത്യുത തമസ്കരിക്കാനുള്ളതായിരുന്നു. ജോൺ ഡെവർപോർട്ട്, വില്യം മൂർ എന്നിവരുടെ കൃതികളെ ആശ്രയിച്ചുകൊണ്ടെഴുതിയ ഗുണ്ടർട്ടിൻ്റെ മുഹമ്മദ ചരിത്രത്തിൽ ഓറിയൻ്റലിസ്റ്റുകൾ വരച്ചു കാണിക്കാൻ താൽപ്പര്യപ്പെടുന്ന നബിചിത്രമാണുണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾ അവരുടെ കടമ നിർവഹിക്കാത്തതുകൊണ്ടുണ്ടായ ദൈവശിക്ഷയായും കള്ളപ്രവാചകനായും ബൈബിളിൽ നിന്നും കോപ്പിയടിച്ചവനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം BEM സ്കൂളിലെ വിദ്യാർത്ഥികളിലൂടെയും മറ്റും വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു. ഇക്കാലത്ത് തന്നെ മുഹമ്മദോ ഈസാ നബിയോ ആരാണ് വലിയവൻ എന്ന തലക്കെട്ടിൽ
പ്രവാചകനെ നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടുള്ള മറ്റൊരു കൃതി കൂടി മിഷണറിമാർ പുറത്തിറക്കി. കുഞ്ഞമ്മദ് എന്ന മാപ്പിളയും ഒരു സുവിശേഷകനും തമ്മിൽ നടക്കുന്ന സംഭാഷണ രൂപത്തിലുള്ള ആഖ്യാനമായ പുസ്തകം ക്രിസ്തുവിനെ മഹത്വവൽക്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങളാൽ നിബിഡമായിരുന്നു. ഇതേപോലുള്ള ഇസ്ലാം നിന്ന പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെയും ഇസ്ലാം വിരുദ്ധ പ്രസംഗങ്ങളുടെ സംഘാടനത്തിലൂടെയുമായിരുന്നു പ്രധാനമായും മലബാറിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ആശയപ്രബോധന രംഗം വികസിച്ചത്. മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ മിഷണറിമാർക്ക് നൽകുന്ന പ്രത്യേകമായ പരിശീലന പരിപാടികളിൽ ഗുണ്ടർട്ട് മീസാനുൽ ഹക്ക് ഉപയോഗിച്ചിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്.